സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടാന വീണ സംഭവത്തെ തുടർന്ന് 4 വാർഡുകളിൽ നിരോധനാജ്ഞ. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വഴിയൊരുക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും ആന കിണറ്റിൽ നിന്നും സ്വയം കരകയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും അധികൃതർ. കോട്ടപ്പടി പ്ലാച്ചേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടാനയെ കരയ്ക്കു കയറ്റാൻ നീക്കം. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണിടിച്ച് ആനയ്ക്ക് വഴിയൊരുക്കുമെന്നും ആവശ്യമെങ്കിൽ മാത്രം കിണറ്റിലെ വെള്ളം വറ്റിച്ച ശേഷം മയക്കുവെടി വയ്ക്കുമെന്നാണ് മലയാറ്റൂർ DFO അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കോട്ടപ്പടി പഞ്ചായത്തിലെ 1, 2, 3, 4 വാർഡുകളിൽ അടുത്ത 24 മണിക്കൂർ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കിണറ്റിൽ നിന്നും സ്വയം കരകയറാനുള്ള ശ്രമങ്ങളും ആന നടത്തുന്നുണ്ട്. ആന കരയ്ക്കു കയറിയാൽ അക്രമാസക്തനാകാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങളെ അധികൃതർ ദൂരേക്ക് മാറ്റുകയാണ്. രക്ഷപ്പെടൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആനയുടെ ശരീരത്തിൽ ഒട്ടേറെ ഭാഗത്ത് മുറിവേറ്റിട്ടുണ്ടെന്നും നിലവിൽ ആന ക്ഷീണിതനാണെന്നും നാട്ടുകാർ വ്യക്തമാക്കി. ഈ ആന പ്രശ്നക്കാരൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ മയക്കുവെടി വെച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ മാറ്റാനുള്ള മാർഗ്ഗമാണ് നമുക്ക് ഇതിൻ്റെ സ്വീകരിക്കേണ്ടത്. അധികാരികളെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഇത് എപ്പോഴും നമുക്കൊരു വെട്ട പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വെട്ടത്തിനടുത്തേക്ക് ഓടി വരുന്ന ഒരു ശല്യക്കാരനായിട്ടുള്ള ആനയാണ്. ഞാൻ തന്നെ 2 മാസം കിടപ്പിലാതാണ് ഈ ആന എന്നെ ഓടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഈ ആനനെ മയക്കുവെടി വെച്ച് ഈ പ്രദേശത്ത് നിന്ന് തന്നെ മാറണം. കാരണം ഇത്രയും ഇനിയിപ്പോൾ അപകടമായിട്ട് നിലയിൽ ഈ ആന കിടക്കുന്നു. ആനയ്ക്ക് നല്ല പരിക്കുകൾ കാര്യങ്ങളുണ്ട്. ഈ ആന ഇവിടെ തന്നെ തുറന്നു വിട്ടാൽ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് വീണ്ടും ഇത് വലിയൊരു ശല്യവും വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗ്ഗം തന്നെയാണ്. ആന വീണ കിണറുള്ള സ്ഥലത്തിനു 3/4 കിലോമീറ്ററോളം അകലെയാണ് ഗതാഗത യോഗ്യമായ റോഡുള്ളത്. ഉപറോഡിലേക്ക് എത്തണമെങ്കിൽ പോലും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ റോഡ് വെട്ടണം. ഇതിനോട് സ്ഥലമുടമ എതിർപ്പ് പ്രകടിപ്പിച്ചെന്നും ഭീമമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതെന്നും റിപ്പോർട്ടുകളുണ്ട്. നിരന്തരം വന്യമൃഗശല്യം നേരിടുന്ന പ്രദേശമാണ് ഇവിടമെന്നും ആന നിരന്തരം കൃഷി നശിപ്പിക്കുന്നത് ഇവിടെ പതിവാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഇതിനെ തുടർന്ന് നഷ്ടപരിഹാരം തേടി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും രക്ഷയില്ലാത്ത സാഹചര്യത്തിലായിരുന്നു നാട്ടുകാർ. വളരെ അപകടകാരിയായ ഈ ആന മൂലം പ്രദേശവാസികൾ നിരവധി പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെന്നും പല ആവശ്യങ്ങൾക്കുമായി തങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ള കിണറ്റിലാണ് ആന വീണതെന്നും തുടർന്ന് വലിയ തോതിൽ ജനക്കൂട്ടം പ്രതിഷേധിച്ചു. വന്യമൃഗശല്യത്തിന് സ്ഥിരമായ പരിഹാരമുണ്ടാകുമെന്ന് രേഖാമൂലം എഴുതി നൽകണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും ആന പ്രശ്നക്കാരനാണ്. നമ്മളിവിടെ എപ്പോഴും ശല്യക്കാരനായിട്ടുള്ള ആനയാണ് നമ്മളിവിടെ കിണറ്റിൽ കിടക്കുന്നതായിട്ട് നമ്മൾ കണ്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഒന്ന് അത്യാവശ്യമായിട്ട് ഈ കിണറിൽ ആന കരിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് ഈ കുടിയുടമസ്ഥ അതായത് 10-20 പേരോളം വെള്ളം കുടിക്കുന്ന ഒരു പ്രദേശം ഒരു കിണറാണ്. അപ്പോൾ ഈ കിണറിൽ കിണറിടിച്ച് ആന കയറുന്നുണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ നഷ്ടപരിഹാര തുക അല്ലെങ്കിൽ ചെക്ക് ലീഫ് നമുക്ക് തന്നതിന് ശേഷമാണ് JCB ഉൾപ്പെടെ മറ്റ് വാഹനങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കടത്തുള്ളൂ. അപ്പോൾ അതിനുള്ള ശക്തമായ പ്രതികരണം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇറമ്പത്ത് ഗ്രൂപ്പിന്റെ ഇറ ഫർണിച്ചറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം 20,000 സ്ക്വയർ ഫീറ്റിൽ കോട്ടപ്പടിയിൽ. സ്കിൽഡ് ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് രൂപകൽപ്പന ചെയ്ത ട്രഡീഷണൽ ആൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ ഫർണിച്ചർ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ എന്നും നിങ്ങളോടൊപ്പം ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം.